പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പിക്കുവാനും ന്യായം വിധിക്കുവാനും നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് കേട്ടു. എങ്ങനെയാണ് ജ്ഞാനിയായ പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പിപ്പാൻ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെ കഴിയും? ഇതിന് നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? Of the two questions, the first question is that it is heard that you are called to make the Satan and his team ashamed, and how can we make the Satan and his team ashamed through our life? ജിജിൻ കോട്ടയത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരട്ടെ. എങ്ങനെ പിശാചിനെയും കൂട്ടരെയും തോൽപ്പിക്കാൻ പറ്റും? വെരി സിമ്പിൾ. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടുമ്പോൾ പിശാചും കൂട്ടരും നമ്മളുടെ കാലിന്റെ കീഴിലാകും. നമ്മളുടെ ശക്തി കൊണ്ടല്ല, സ്വർഗസ്ഥ പിതാവിന്റെ ശക്തി കൊണ്ട്. So let me try to answer the question that was asked by Brother Jijin, how to defeat Satan. When we become the children of God, by the grace of God, we can bruise Satan under our feet. യേശു ക്രിസ്തുവിന് പ്രവർത്തിക്ക് രണ്ട് ലെവലുണ്ട്. ഒന്ന്, യേശു വ്യക്തിപരമായി പിശാചിനെ പരാജയപ്പെടുത്തി. ഇതാണ് കൊളോസ്യ ലേഖനം 2:14 മുതൽ നമുക്ക് താഴേക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ക്രൂശിൽ വെച്ച്, എവിടെ വെച്ച്? ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി പിശാചിനെയും തന്റെ സൈന്യത്തെയും കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. ആരെ കൊണ്ട്? തന്റെ അപ്പന്റെ സഹായത്താൽ. So on the cross, Jesus Christ, with the help of his Father, defeated Satan. ദൈവപുത്രന്റെ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിശാച് താഴെ പോകും. ദൈവപുത്രന്റെ മെത്തേഡ് എന്താണ്? സെയിം മെത്തേഡ്. യേശു ക്രിസ്തു യോഹന്നാൻ 14:10 ഇതാ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോ ജഡീകരായി നിലകൊണ്ടിരുന്ന അന്നത്തെ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് വീണ്ടും പിതാവിനെ കാണിച്ചതാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, പിതാവ് എൻ്റെ ജഡത്തിന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു ദൈവപുത്രൻ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. When Jesus said that he that sees me sees my Father, the disciples didn't understand, so he explained to them that God the Father dwells in me and he functions and works through me. മറ്റൊരു ക്വസ്റ്റ്യൻ, ഷാജി ജോസഫ് യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോസ്തലനായ തോമസ് യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവുമേ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോസ്തലനായ തോമസ് പറയുന്നതല്ലേ ശരി എന്നൊരു ചോദ്യമാണ് അടുത്തത് ഉള്ളത്. The second question is that when Saint Thomas says that Jesus Christ is God and Lord, why Brother Shaji does not say that Jesus Christ is God? ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെന്ന് പേരുള്ളവരുണ്ട്. പേരേ ഉള്ളൂ. അവർ ഒരിക്കൽ എന്നോട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഏകദേശം ഞാൻ ചിന്തിക്കുന്നു 8-9 പേരുണ്ടാകും ദൈവദാസന്മാരെന്ന് പറയുന്നത്. സൂമിൽ അവർ വന്നു, മറുഭാഗത്ത് ഞാൻ ഒറ്റയ്ക്ക്. ആ സംസാരം തുടങ്ങി. ഏകദേശം ഞാൻ ചിന്തിക്കുന്നു 5 മണിക്കൂറും 40 മിനിറ്റും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ 8 പേര് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു സംസാരം ഉണ്ടായി. There was a debate between I and around 8-9 so-called servants of God regarding this issue. അന്ന് അവർ എന്നോട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയിപ്പിക്കുവാനുള്ള പല പദ്ധതികളും നോക്കി. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണ്, പക്ഷെ അത്യുന്നതനായ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല, ആ അപ്പൻ്റെ മകനാണ്, ദൈവപുത്രനാണ്. ദൈവപുത്രൻ ദൈവം തന്നെയാണ്. They made me and they tried their level best to make me say that Jesus Christ is not God. In fact, I replied to them that Jesus Christ is not the Father God, but Jesus Christ is the Son of God. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ക്രിസ്തുവെ പോലെ ആകണം. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ച ആദ്യത്തെ ആൾ നിഷ്കളങ്കനായൊരു ദൂതനായിരുന്നു. ഇന്ന് നമ്മൾ അവനെ പിശാചെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് പോകണ്ട. പകരം ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് പോകാം. We are predestined to be like Jesus Christ. We are not predestined to be like God the Father. And there was only one person who tried, that was Lucifer. And when he tried to become like God the Father, he was defeated by God the Father.
സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, കർത്താവ് നമ്മോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Grace and peace from God our Father and the Lord Jesus Christ be unto all of you. May the presence of the Lord Jesus Christ be with you all. 2024 ജൂൺ മാസത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരവസരമാണ്. ഈ അവസരത്തിൽ ഇന്ന് 2 ചോദ്യങ്ങളാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ആൻസർ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Today is the last day of the retreat, and usually on the last days we discuss the questions that are asked by the members. And today there are 2 questions, and I would like to answer the two questions in a combined form depending upon God. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൈസ് ദി ലോർഡ് ബ്രദർ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നെഴുതിയിട്ട് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പിക്കുവാനും ന്യായം വിധിക്കുവാനും നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് കേട്ടു. എങ്ങനെയാണ് ജ്ഞാനിയായ പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പിപ്പാൻ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെ കഴിയും? ഇതിന് നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? Of the 2 questions, the first question is that it is heard that you are called to make the Satan and his team ashamed. And how can we make the Satan and his team ashamed through our life? ജിജിൻ കോട്ടയം എന്ന വ്യക്തിത്വമാണ് ഇത് എഴുതിയിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഷാജി ജോസഫ് യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറയുന്നു, പക്ഷേ അപ്പോസ്തലനായ തോമസ് യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമേ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോസ്തലനായ തോമസ് പറയുന്നതല്ലേ ശരി എന്നൊരു ചോദ്യമാണ് അടുത്തത് ഉള്ളത്. The second question is that when Saint Thomas says that Jesus Christ is God and Lord, why Brother Shaji does not say that Jesus Christ is God? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഉത്തരം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മളാണ് പിശാചിനെ ന്യായം വിധിക്കേണ്ടത്. ആ വിധി നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. ഓൾറെഡി അവൻ്റെ മേലുള്ള ന്യായവിധി എഴുതി കഴിഞ്ഞു. ആ വിധി നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടതാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വിശുദ്ധ ബൈബിൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ബഹുഭൂരിപക്ഷം പേർക്കും ഇതൊന്നും അറിയില്ല. It is said in the word that don't you know that you are called to judge the angels, and most often we don't recognize that we are called to judge the angels. So the second question is very relevant to us, that we are called to judge Satan and his team. That's the first question. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷാജി ജോസഫ് യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറയുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കേൾക്കുന്ന ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവരാജ്യ സുവിശേഷം നിങ്ങൾ അറിയാതിരിപ്പാൻ പിശാചും അവൻ്റെ കള്ളപ്രവാചകന്മാരും സഭയ്ക്കുള്ളിൽ അടിച്ചിറക്കിയതാണ് ഈ സംഭവം മുഴുവൻ.
നല്ലവരായ ദൈവദാസന്മാരും ദൈവമക്കളും അതിലൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഇന്ന് കാണാനില്ല. പകരം യേശുവിനെ മാത്രം പ്രസംഗിക്കുന്നവരേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു പ്രസംഗിക്കുന്ന ദൈവരാജ്യ സുവിശേഷം 2 കൊരിന്ത്യർ 4:4 പിശാച് അതിനെ മറയ്ക്കുന്നു. അവൻ്റെ ആളുകൾ ഇന്നത് ചെയ്യുന്നതിൽ യാതൊരു അതിശയവുമില്ല. അവരത് ചെയ്യട്ടെ. അവരുടെ അപ്പൻ അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്യുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. The second question is that Brother Shaji does not say that Jesus Christ is God. In fact, it is not so. This is a statement that was made by Satan and his prophets on the earth, that the gospel that was preached by Jesus Christ may not be revealed to you. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെന്ന് പേരുള്ളവരുണ്ട്. പേരേ ഉള്ളൂ. അവർ ഒരിക്കൽ എന്നോട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഏകദേശം ഞാൻ ചിന്തിക്കുന്നു 8-9 പേരുണ്ടാകും ദൈവദാസന്മാരെന്ന് പറയുന്നവർ. സൂമിൽ അവർ വന്നു. മറുഭാഗത്ത് ഞാൻ ഒറ്റയ്ക്ക്. ആ സംസാരം തുടങ്ങി. ഏകദേശം ഞാൻ ചിന്തിക്കുന്നു 5 മണിക്കൂറിലേറെ, 5 മണിക്കൂറും 40 മിനിറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ 9 പേര് 8-9 പേര് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു സംസാരം ഉണ്ടായി. There was a debate between I and around 8-9 so-called servants of God regarding this issue. അന്ന് അവർ എന്നോട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയിപ്പിക്കുവാനുള്ള പല പദ്ധതികളും നോക്കി. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണ്, പക്ഷെ അത്യുന്നതനായ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല, ആ അപ്പൻ്റെ മകനാണ്, ദൈവപുത്രനാണ്. ദൈവപുത്രൻ ദൈവം തന്നെയാണ്. They made me, and they tried their level best to make me say that Jesus Christ is not God. In fact, I replied to them that Jesus Christ is not the Father God, but Jesus Christ is the Son of God. അവസാനം അവർ പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ കഴിയാതെ ആ ലോങ് ഡിബേറ്റ് അവസാനിച്ചു. തുടർന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾ ഈ 5 മണിക്കൂറും 40 മിനിറ്റുമുള്ള ഈ സംഭവം ഞങ്ങൾ റിലീസ് ചെയ്യും, നിൻ്റെ പേര് ഞങ്ങൾ നശിപ്പിക്കും. ഞാൻ ഉടനെ പറഞ്ഞു, പ്ലീസ് റിലീസ് ഇറ്റ്, എങ്കിലല്ലേ ദൈവജനം ഇത് അറിയുകയുള്ളൂ. ദയവ് ചെയ്ത് റിലീസ് ചെയ്യുക. പക്ഷേ അവരത് റിലീസ് ചെയ്യാതെ വേറൊരു മെസ്സേജിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു മെസ്സേജ്, ഒരു വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്തു. അത് മാത്രം കട്ട് ചെയ്തെടുത്ത് മുസ്ലിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടിട്ടു. കുറേ മുസ്ലിങ്ങളെ വെച്ചിട്ട്, തന്ത്രം നോക്കുക, സാത്താൻ്റെ തന്ത്രം. കുറേ മുസ്ലിങ്ങളെ വെച്ചിട്ട് അതിൻ്റെ കൂടെ എന്നെ കൊണ്ടിട്ടിട്ട് സഭയിൽ യേശുക്രിസ്തു ദൈവമല്ല എന്നത് പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവന്മാർ അടിച്ച് ഇറക്കി. പിശാചും അവൻ്റെ ആളുകളും അവർക്കിഷ്ടം പോലെ ചെയ്യട്ടെ. And these people, they threatened me that what I spoke to them will be revealed to the congregation, and I said, you do it so. But they didn't do what I said. Instead, they just adulterated what I said, and they said to the congregation which I didn't say. ഞാൻ പറഞ്ഞതല്ല. പൗലോസ് കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 8:5-6-7 വാക്യങ്ങൾ, ഈ അറിവ് എല്ലാവർക്കുമില്ല. ദൈവങ്ങൾ എന്ന് പറയുന്നവർ, മലയാളത്തിൽ ദേവന്മാർ എന്നാ, ഇംഗ്ലീഷിൽ ഗോഡ്,
തിയോസ് ഗ്രീക്ക് ഭാഷയിൽ, എന്നാൽ ഹെബ്രായ ഭാഷയിൽ എലോഹീം എന്ന് പറയുന്ന ഒരു ആകാശത്തിലും ഭൂമിയിലും ധാരാളം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യേ പിതാവായ ഏക ദൈവമേ ഉള്ളൂ, യേശു എന്ന ഏക കർത്താവും ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞത് ഞാൻ എടുത്ത് ആവർത്തിച്ചത്. അവർ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഷാജി ജോസഫ് പറഞ്ഞു യേശു ദൈവമല്ല കർത്താവാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ എന്നെയും കൊണ്ട് ഇട്ടിട്ട്, എന്തിനാണെന്നറിയാമോ, ഷാജി ജോസഫ് ഒരു ക്രിസ്ത്യാനിയല്ല എന്നും അവരുടെ ഉദ്ദേശത്രേ ഉള്ളൂ. ഷാജി ജോസഫ് പറയുന്നത് നിങ്ങൾ കേൾക്കരുതെന്നും. ഷാജി ജോസഫ് എന്താ പറയുന്നത്? യേശു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം ഹല്ലേലൂയ എന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇതാ സഭയെ ദൈവരാജ്യ സുവിശേഷം കേൾക്കുന്നതിൽ നിന്ന് അങ്ങ് മറച്ചു. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. And these so-called servants of God, they tried to hide the gospel that was preached by Jesus Christ, which is still preached by me to you. And there is a word that among many gods, there is only one God and there is only one Lord, that is Jesus Christ and His Father. And when I said so, they just mixed that truth with the sayings of some Muslim brothers, and they try to hide the gospel which is preached by me, that is of the gospel of Jesus Christ. ഞാനിത് എൻ്റെ ഉടയവനെ അറിയിച്ചപ്പോൾ, എൻ്റെ ഉടയനെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവ് എൻ്റെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി തന്നത് ഇത്രയേ ഉള്ളൂ. യേശു ഇങ്ങനെ വെളിപ്പെടുത്തി തന്നു, അവർ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. നിനക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിച്ച് ആനന്ദിക്കുക. So when I prayed to God, He replied to me that it is said in the word that He was counted among many wicked, and you were also counted, so you be pleased in that. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അതേ മാർഗമാണ് നമ്മുടെയും മാർഗം. യേശുവിന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ, അല്ലാതെ നീതിമാന്മാരുടെ നടുവിലല്ല, രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് യേശുവിന് സ്ഥാനം കൊടുത്തത്. Jesus Christ was crucified between two thieves, and the same portion will come to us as well when we follow Jesus. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ അതേ വഴിയാണ് യേശുവെ അനുഗമിക്കുന്ന ഏവനും. Jesus Christ was counted among many wicked, and anyone who follows Jesus Christ will get what Jesus Christ also encountered and experienced. അന്നു മുതൽ ഞാൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ഇനി രഹസ്യമായുള്ള ഒരു ഡിബേറ്റിനും ഞാനില്ല, പക്ഷേ ഞാനുണ്ട് പരസ്യമായുള്ള ഡിബേറ്റിന്. എല്ലാ ക്രിസ്തീയ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സിനെയും ഞാൻ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആർ യു റെഡി? ഈ വേദപുസ്തകവുമായി നമുക്ക് പബ്ലിക് മീഡിയയിലൂടെ സംസാരിക്കാം. യേശു ക്രിസ്തു സ്വർഗീയ പിതാവല്ല, ആ പിതാവിൻ്റെ മകനാണ്. ബൈബിളിലെ സന്ദേശം, സ്വർഗസ്ഥ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവ മക്കളെ ഒരുക്കുകയും ഒരു കുടുംബം ഒരുക്കുകയും അങ്ങനെ ദൈവത്തോട് ഒരുമിച്ച് ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തോട് ഒരുമിച്ച് വാഴുകയും ആ കുടുംബത്തിലെ മക്കൾക്ക് ക്രിസ്തുവിനോടൊപ്പം ദൈവം അവകാശം കൊടുക്കുകയും അങ്ങനെ അവർ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി ക്രിസ്തു ആ മക്കളിൽ ആദ്യജാതനായി, ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി, നമ്മളുടെ നായകനായി, കർത്താവായി, ലീഡറായി, നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന സത്യം ഈ പുസ്തകത്തിലൂടെ ഞാൻ പ്രൂവ് ചെയ്യാം. ഞാനല്ല, എൻ്റെ കർത്താവിനിലൂടെ അത് ചെയ്യും. ആർ യു റെഡി? അവിടെ ഒരിക്കലും യേശു ക്രിസ്തു ദൈവമല്ല എന്നല്ല എൻ്റെ വാദം. അത് കള്ളപ്രവാചകന്മാർ ഇറക്കി വിട്ടതാണ്. ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ്. പക്ഷേ
അപ്പനായ അത്യുന്നതനായ ദൈവം അല്ല. From that day onwards, I decided that I will not participate in any secret debate, but I have decided to face any debate which is in public. Even now, I invite the leaders of the church that we can have an open debate. And in the debate, I have only one thing to say, that Jesus Christ was sent by God the Father with a mission of building a house and a family of God with us. And through Jesus Christ, God the Father wants to abide with us. And in public, I want to say that Jesus Christ is not the great God, but He is the Son of God, and since He is born of God, He is also a God. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരാനാണ്. ക്രിസ്തുവിൻ്റെ ബ്രദേഴ്സ്, ആ വേർഡ് വരണം, സഹോദരങ്ങളായി തീരാനാണ്. മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളല്ല, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ആയി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ തെളിയിക്കാം. I can prove from this Bible that God has called us to be called as the brothers of Christ, and God has also called us to be the heir of God and also the co-heir of Christ Jesus. ഹല്ലേലൂയ. റോമ 8:29 പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ അനേക സഹോദരന്മാരിൽ, ക്രിസ്തുവിനെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, മീൻസ് മൂത്തവനാകേണ്ടതിന്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചു. അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നിരിക്കുന്നു. നാം ക്രിസ്തുവെ പോലെയാകാൻ, അത്യുന്നതനായ ദൈവത്തെ പോലെയാകാനല്ല, ദൈവപുത്രനായ ക്രിസ്തുവെ പോലെയാകാൻ. The book of Romans chapter 8 verse 29 says, "For those whom He foreknew, of whom He was aware and loved beforehand, He also destined from the beginning, ordained them to be molded into the image of His Son, and share inwardly His likeness, that He might become the firstborn among many brethren." എൻ്റെ സന്ദേശം, ദൈവം എന്നിലൂടെ പറയുന്ന സന്ദേശം, യേശു ദൈവമല്ല എന്നുള്ള സന്ദേശമല്ല, പകരം ദൈവരാജ്യം എന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ്. ദൈവരാജ്യം ദൈവ കുടുംബമാണ്. ആ ദൈവ കുടുംബത്തിൽ ദൈവ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. My message is not that Jesus is not God. That is not my message. My message is the message that was preached by Jesus Christ, which is about the kingdom of God. Kingdom of God is the family of God. And through Jesus Christ, God the Father wants to make a lot of sons for Him. ഹല്ലേലൂയ. ഇതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമെന്ന് യേശുക്രിസ്തു ഒരു ദേവദാസനോട് വിശേഷിപ്പിച്ച് ഏശയ്യ 53:10 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തുവിലൂടെ ദൈവത്തിന് തൻ്റെ വംശപരമ്പരയെ കാണണം. അപ്പന വംശ ദേക്കിന പായക, ദൈവത്തിന് തൻ്റെ പുത്രന്മാരെ കാണണം. Isaiah chapter 53 verse 10 says, "Yet it was the will of the Lord to bruise him. He has put him to grief and made him sick. When you and he make his life an offering for sin, he has risen from the dead. In time to come, he shall see his spiritual offspring." ശ്രദ്ധിച്ചാട്ടെ, അതിൻ്റെ അത്രയുള്ള അർത്ഥം നാളുകളായിട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുന്നു, തബ് വോ അപ്പന വംശ ദേക്കിനെ പായുക, ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ മക്കളെ, തൻ്റെ വംശത്തെ കാണണം. അങ്ങനെ യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിൻ്റെ കയ്യാൽ സാധിക്കുകയും വേണം. മനുഷ്യ മക്കളായ നമ്മളെ ദൈവ മക്കളായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവരാജ്യ സുവിശേഷത്തിലെ ദൈവ ഇഷ്ടം, ദ വിൽ ഓഫ് ഗാഡ്. അതാണ് എൻ്റെ പ്രസംഗ വിഷയം. അതാണ് സ്വർഗരാജ്യത്തിൽ കയറാനുള്ള വിസ. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതെന്താണ്? നീ മനുഷ്യമകനായ മരണമുള്ള നീ ദൈവത്തിൻ്റെ മകനായി, മരണമില്ലാത്തവനായി വെളിപ്പെടണം, ക്രിസ്തുവിൻ്റെ സഹോദരനായി.
My message is the will of God. And what is the will of God? God the Father wants to see his offspring through Jesus Christ. And that is the only message that I preach, that you, the sons of men, have to become the sons of God. ഇതാണ് ദൈവത്തിന്റെ വചനം. യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നീ ഒരു ക്രിസ്തു മതക്കാരനാകുന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മരണമുള്ള മനുഷ്യ മക്കൾക്ക് മരണമില്ലാത്ത ദൈവത്തിന്റെ പുത്രരാകുവാൻ ദൈവം അധികാരം കൊടുത്തു. The Gospel of John chapter 1 verse 12 says, "But to as many as did receive and welcome him, he gave the authority, power and privilege and right to become the children of God." ജിജിൻ കോട്ടയത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരട്ടെ. എങ്ങനെ പിശാചിനെയും കൂട്ടരെയും തോൽപ്പിക്കാൻ പറ്റും? വെരി സിമ്പിൾ. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടുമ്പോൾ പിശാചും കൂട്ടരും നമ്മളുടെ കാലിന്റെ കീഴിലാകും. നമ്മളുടെ ശക്തി കൊണ്ടല്ല, സ്വർഗസ്ഥ പിതാവിന്റെ ശക്തി കൊണ്ട്. So let me try to answer the question that was asked by Brother Jijin, how to defeat Satan. When we become the children of God, by the grace of God, we can bruise Satan under our feet. സിമ്പിൾ. യേശു എങ്ങനെയാ പിശാചിനെ കീഴടക്കിയത്? യേശുവിന് ആരാണ് പിശാചിനെ കീഴടക്കി കൊടുത്തത്? അതേ മെത്തേഡാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. The same method that Jesus Christ used to bruise Satan under his feet has to be used by us as well. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ പിശാചിനെ കീഴടക്കുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഹൃദയമുണ്ട് എന്ന് പറയുന്ന ദാവീദ് ഇതാ തനിക്ക് ഒരു സ്വർഗീയ വെളിപ്പാട് കിട്ടി. താൻ കാണുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രനായ ക്രിസ്തു ഒരു കൽപ്പന പ്രകാരം ഇരിക്കുന്നു. ആ കൽപ്പന ഇതാണ്, പിതാവ് തൻ്റെ പുത്രനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ പിശാചിനെയും കൂട്ടരെയും നിന്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കെ. Even before Jesus Christ came here thousands of years ago, David had a revelation according to the commandment of God that Jesus Christ is seated at the right hand of God, and it is said that till I make your enemies under your footstool, you be seated at my right hand. നിന്റെ സേനാദോഷത്തിൽ നിന്റെ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും, അതായത് നിന്റെ മക്കളെ നിനക്ക് കിട്ടും. And your sons will come as dew in the right time for you. 110 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിലൂടെ കാണുവാൻ കഴിയും. ഒരു പാസ്റ്റ് ടെൻസും ബാക്കി ഫ്യൂച്ചർ ടെൻസും. ഇതാ പിതാവിൻ്റെ കൽപ്പന പ്രകാരം ഇതാ ഓൾഡ് യേശു ഇരിക്കുന്നു. തുടർന്ന് എല്ലാം ഫ്യൂച്ചർ ടെൻസിലേക്ക് വരികയാണ്. നീ ശത്രുക്കളെ തോൽപ്പിക്കും, നിനക്ക് നിന്റെ മക്കളെ തിരിച്ചു കിട്ടും, ബാക്കി എല്ലാം ഫ്യൂച്ചർ ടെൻസ്. ഇതാ അങ്ങനെ സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിച്ച് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിച്ച് പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. യേശു പിശാചിനെ കീഴടക്കി. God the Father dwelled in Jesus Christ and he defeated Satan. ഹല്ലേലൂയ. സെയിം മെത്തേഡാണ്. ഇതാ യേശുക്രിസ്തുവിന് പ്രവർത്തിക്ക് 2 ലെവലുണ്ട്. ഒന്ന്, യേശു വ്യക്തിപരമായി പിശാചിനെ പരാജയപ്പെടുത്തി. ഇതാണ് കൊളോസ്യ ലേഖനം 2:14 മുതൽ നമുക്ക് താഴേക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ക്രൂശിൽ വെച്ച്, എവിടെ വെച്ച്? ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി പിശാചിനെയും തൻ്റെ സൈന്യത്തെയും കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. ആരെക്കൊണ്ട്? തൻ്റെ അപ്പൻ്റെ സഹായത്താൽ. So on the cross, Jesus Christ, with the help of his Father, defeated Satan. ഹല്ലേലൂയ. കാര്യം വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല എന്നൊരു രീതിയിലാണ് നിങ്ങൾ ഇരിക്കണേ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ബൈബിളിലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹല്ലേലൂയയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഹല്ലേലൂയ.
അല്ലാത്ത ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നണത് ക്രിസ്തു തോക്കണമായിരുന്നു. കാരണം കോൺഗ്രസ് ജയിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇരിക്കുന്ന പോലെ ആയിരിക്കണേ. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്തോത്രമൊക്കെ പറയണതൊക്കെ നല്ലതാ. ഐസ് ബ്രേക്ക് ചെയ്യാനിടയാകും. നമ്മുടെ ഉള്ളിൽ ലോകം ഐസ് കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കും. തണുപ്പ് അത് ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ, അതായത് ഞാൻ നിനക്ക് തന്ന മക്കളെ അടിച്ചുകൊണ്ട് പോയവരെ നിന്റെ കാൽ കീഴിലാക്കി തരാം. അതുവരെ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കെ. ഈ ഒരു അവസരത്തിൽ അതിലേക്ക് കയറുന്ന സമയത്ത് യേശു പോലും ഒന്ന് വിഷമിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് മാറ്റിത്തരണേ. വിഷമിക്കുക. പിതാവ് സഹായത്തിനെത്തി. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് പാഞ്ഞിറങ്ങി യേശുവിനെ ബലപ്പെടുത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവകൃപയാൽ യേശു ക്രൂശിനെ എൻജോയ് ചെയ്തു. ക്രൂശിനെ എൻജോയ് ചെയ്തു. പിതാവ് പുത്രന്റെ കീഴിൽ ശത്രുക്കളെ ആക്കി കൊടുത്തു. When God the Father said to Jesus Christ, you be seated at my right hand until I make your enemies under my footstool. When Jesus Christ heard this, he was a bit disappointed. So he said, if it's possible, Father, let this cup be away from me. But God the Father gave him the grace, and by the grace that he received from God the Father, he enjoyed his crucifixion. ഇനി അടുത്തത്, യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ സേനാദോഷത്തിൽ നിന്റെ മക്കൾ നിനക്ക് സ്വമേധ ദാനമായിരിക്കാം. യേശു മരിച്ചുപോയ, പിശാചിനാൽ കൊല്ലപ്പെട്ട ഈ മക്കളെ കാൽവരി ക്രൂശിൽ രക്ഷിച്ചെടുത്ത് അവരെ വീണ്ടും ജനിപ്പിച്ചു. അവരെ പുതിയ സൃഷ്ടികളാക്കി. മക്കളെ തിരിച്ചു പിടിച്ചോ. നിന്റെ സേനാദോഷത്തിൽ നിന്റെ മക്കൾ നിനക്ക് സ്വമേധ ദാനമായിരിക്കും. Jesus Christ redeemed all the children of God who were captured by Satan. ഇനി അടുത്തത്, അവരെ പുതിയ സൃഷ്ടികളാക്കി അവരെ ഈ സുവിശേഷം അറിയിച്ച് വീണ്ടും ജനിപ്പിച്ചു. എന്നാൽ ഇനി അടുത്ത ലെവല്, അടുത്ത സേന, 2 ലെവലാണ് ഇതിന്. അടുത്ത സേനാദോഷം ഇതാണ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സേനാദോഷം. ഈ മക്കൾ ഇനി യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകണം. ഈ മക്കൾ യേശുവിനെ അനുസരിക്കാൻ തയ്യാറായാൽ ഇനി മക്കളുടെ ജീവിതത്തിലുള്ള ജയമാണ് അടുത്തത്. യേശു ഓൾറെഡി പിശാചിനെ കാൽ കീഴിലാക്കി ജയിച്ചു കഴിഞ്ഞു. ഇനി മക്കളുടെ ജീവിതത്തിലുള്ള ജയം സെയിം മെത്തേഡ്. Jesus Christ, he obeyed God and he defeated the enemy, and the same method has to be used by us when after being redeemed by listening to the gospel of Jesus Christ. യേശു ക്രിസ്തു, അതായത് സെയിം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിശാച് താഴെ പോകും. ദൈവപുത്രന്റെ മെത്തേഡ് എന്താണ്? സെയിം മെത്തേഡ്. യേശു ക്രിസ്തു യോഹന്നാൻ 14:10 ഇതാ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ജഡീകരായി നിലകൊണ്ടിരുന്ന അന്നത്തെ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് വീണ്ടും പിതാവിനെ കാണിച്ചതാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, പിതാവ് എൻ്റെ ജഡത്തിൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു ദൈവപുത്രൻ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. When Jesus said that he that sees me sees my Father, the disciples didn't understand. So he explained to them that God the Father dwells in me and he functions and works through me. Hallelujah. എൻ്റെ മക്കളെ, പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഈ യേശു പ്രവർത്തിച്ച അതേ രീതിയിൽ പ്രവർത്തിക്കാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിശാച് പരാജയപ്പെടും. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഒരു ദൈവപുത്രൻ. ദൈവം, അദൃശ്യനായ ദൈവം അകത്ത് വസിച്ച് നമ്മുടെ ദൃശ്യമായ ബോഡിയിലൂടെ വെളിപ്പെടുന്ന രൂപമാണ് ഒരു ദൈവപുത്രൻ. So when we become the child of God,
we can also defeat the Satan as Jesus did. The same method that Jesus did, that Jesus allowed God the Father, the invisible God, to dwell in him, and through his body, the plan and purpose of God the Father was revealed through Jesus Christ. Likewise, we also have to allow the Spirit of God to work through us, and then the plan and purpose of God will be revealed to our physical body. നമ്മളാണ് പിശാചിനെ തോൽപ്പിക്കുന്നത് എന്ന് പുറം കാണും. യഥാർത്ഥത്തിൽ നമ്മളല്ല പിശാചിനെ തോൽപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പിശാചിനേക്കാൾ ശക്തനായ ദൈവമാണ് പിശാചിനെ തോൽപ്പിക്കുന്നത്. യേശുവാണ് പിശാചിനെ തോൽപ്പിച്ച് നമ്മൾ പുറമേ കാണും. എന്നാൽ യേശു പറയുന്നു, പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. We see that it is Jesus who defeated the enemy, but Jesus says it is not I who defeated, but God the Father who dwells in me defeats the enemy. And when we become the child of God, the same function will take place in our body. ഇതാണ് യേശു ക്രിസ്തുവിനോട് പിതാവ് കൽപ്പിച്ചത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ നിന്റെ ഉള്ളിൽ വസിച്ച് നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കും. This is why God the Father said to Jesus Christ that I shall make your enemies under your footstool. I will work through you and I will defeat your enemy. ഇതുകൊണ്ട് യേശു ക്രിസ്തു വളരെ ഭംഗിയായി മാന്യതയോടെ ബഹുമാനത്തോടെ തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നത്, നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ പിതാവ്. ആരാ നിങ്ങളെ എനിക്ക് തന്നത്? എൻ്റെ പിതാവ്. നിങ്ങളെ എനിക്ക് തന്ന പിതാവ് എല്ലാവരെക്കാളും വലിയവനാ. അതുകൊണ്ട് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒരുവനും കഴിയത്തില്ല. That is why Jesus Christ said, greater is the one who gave you to me, so no one can take you away from me. Hallelujah. ഇത് സെയിം മെത്തേഡാണ് നമ്മളും പിശാചിനെ കീഴടക്കുന്നത്. റോമ 16:20. അതേ ദൈവം യേശുവിന് പിശാചിനെയും കൂട്ടരെയും കാൽ കീഴിലാക്കുവാൻ, തോൽപ്പിക്കുവാൻ അധികാരം കൊടുത്ത് കൂടെ ഇരുന്ന് പ്രവർത്തിച്ച അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാലിന്റെ കീഴിൽ ചതച്ചു കളയും. അങ്ങനെ അത്രേ പിശാചിനെ ജയിക്കുന്നത്. The word of God says that the God of peace shall bruise Satan under your feet shortly, and this is how God defeats the enemy. ഹല്ലേലൂയ. മനസ്സിലായോ മക്കളെ? പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല. അതാണ് വിഷയം. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയാണ്. അതാണ് യെശയ്യാ 51 പറയുന്നത്, ദൈവത്തിൻ്റെ വഴി. ഹല്ലേലൂയ. അതാണ് യെശയ്യാ 40 പറയുന്നത്, യഹോവയ്ക്ക് വഴിയൊരുക്കുവേ. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ നമ്മുടെ വഴിയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം. നിങ്ങളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. എല്ലാവരും താൻ്റെ വഴിക്ക് തിരിഞ്ഞു. പക്ഷേ ദൈവം നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ വഴിയാകാനല്ല, നാം ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴിയാകാനാ. ക്രിസ്തുവെ പോലെ ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. Just as Jesus Christ was the Emmanuel, the same function has to take place in us, that God has called us to be His way for us, for Him to be manifested on the earth. Hence we are called to be His way. ഓരോ ദൈവപുത്രനും ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴികളാണ്. ക്രിസ്തുവെ പോലെ അവൾ ഇമ്മാനുവലായി പ്രവർത്തിക്കണം. ആ ക്രിസ്ത്യാനുരൂപതയിലേക്ക് എത്താൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് റോമ 8:29 പറയുന്നു. Romans chapter 8:29 says that you are called or you are predestined to be the image of God. റോമ 16:20 വായിച്ചാട്ടെ. എങ്ങനെയാണ് പിശാചിനെ നമ്മൾ കീഴടക്കേണ്ടത്? യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് മെത്തേഡ് തന്നെയാണ് നമ്മൾ പിശാചിനെ കീഴടക്കേണ്ടത്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സമാധാനത്തിന്റെ ദൈവം ആരെ ചതക്കണേ? അപ്പോ ആരെ ചതക്കണേ? ദൈവം. ശരിക്കും തോൽപ്പിക്കണത് ആരാ? ദൈവമാ പിശാചിനെ തോൽപ്പിക്കണേ. പണ്ട് ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് തരും? നമുക്ക് തരും. മനസ്സിലായോ? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ, ഈ ഇരിക്കുന്ന മുജീബിൻ്റെ കാൽ കീഴിലാണ് തോൽപ്പിക്കുന്നത്. പക്ഷെ ആരാ ശരിക്കും തോൽപ്പിച്ചേ? ദൈവമാ. അങ്ങനെ എങ്ങനെയാ ദൈവം തോൽപ്പിച്ചേ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളിലൂടെ തോൽപ്പിക്കും. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, തിരിച്ചറിഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. ഇതാ
അദ്ദേഹം ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ ഏതോ ഒരു സാഹചര്യം, ഒരു പാമ്പ്, കൊച്ചു പാമ്പ, അദ്ദേഹം ഓടിപ്പോയിട്ട് എന്നാ എന്നറിയാമോ, ഒരു ഷൂ ഇട്ടുണ്ട് വന്നിട്ട് ആ ഷൂ കൊണ്ടൊരു ചവിട്ടി അതിനെ കൊന്നു. ശ്രദ്ധിച്ചേ, ശരിക്കും പറഞ്ഞാൽ ആ പാമ്പിനെ അയാൾ കൊന്നു. പാമ്പിൻ്റെ മുകളിൽ എന്നാ വന്ന് വീണേ, ഷൂ. പക്ഷേ ഷൂ ആണോ കൊന്നേ? ആണോ കൊന്നേ? ഷൂവിൻ്റെ ഉള്ളിലുള്ള ആളല്ലേ കൊന്നേ? പിടുത്തം കിട്ടിയാ? ഇതേപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ, ആ ഷൂ പോലെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ച് കളയും. Romans chapter 16 verse 20 says, and the God of peace will soon crush Satan under your feet. And for example, a person when he went to take a bath, there came a snake and he killed the snake with the help of his shoes. It was not he who killed, but he killed the snake with the help of the shoes. Likewise, God will abide in us and he will crush Satan, and credit comes to us, but it was not we who killed Satan, but it is God who kills Satan. ഈ ഷൂവിലൂടെ ആരാ വെളിപ്പെട്ടെ? ഷൂവിലൂടെ ആരാ വെളിപ്പെട്ടെ? സെക്കൻഡ് സ്റ്റേജ് ദൈവം. ഓക്കെ, ഷൂവിലൂടെ ആരാ വെളിപ്പെട്ടെ? ആ ഷൂ ഇട്ട മനുഷ്യനാണ് ഷൂവിലൂടെ വെളിപ്പെട്ടത്. ഇതേപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, നമ്മളിലൂടെ ദൈവം വെളിപ്പെട്ടാൽ പിശാച് പരാജയപ്പെടും. പക്ഷെ നമ്മളിലൂടെ ദൈവം വെളിപ്പെടുന്നില്ല. അതിന് തക്കവണ്ണമുള്ള പുതിയ സൃഷ്ടിയുടെ ടീച്ചിങ്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ സഭകളിൽ വിരളമായതുകൊണ്ട് ഇന്ന് പിശാച് സഭയെ കീഴടക്കുന്നു. When the man's power was revealed through his shoes, when he tried to kill the snake, the power of God has to be revealed through us. But this is not actually anyway heard, as the church is captured by Satan. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് എങ്ങനെ സഭയിൽ നടക്കണം എന്ന് തിമോത്തിയോസിന് വിശുദ്ധ പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ വളരെ വ്യക്തതയോടെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നടന്നാൽ നമുക്കും പിശാചിനെ യേശു കീഴടക്കിയതുപോലെ കീഴടക്കുവാൻ കഴിയും. How to walk, how a church has to be moved is clearly said in the book of 2 Timothy. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പൗലോസ് പറയാണ് തിമോഥെയോസിനോട്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പക്ഷെ ഞാൻ താമസിച്ചു പോയാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ എങ്ങനെ നടക്കണമെന്നുള്ള കാര്യം ഞാൻ നിന്നെ മുൻകൂട്ടി എഴുതി അറിയിക്കുകയാണ്. The Saint Paul says to Timothy, but if I tarry long, that thou mayest know how men ought to behave themselves in the house of God, which is the church of the living God. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നമ്മളൊക്കെ എങ്ങനെ നടക്കണമെന്ന്, പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ എങ്ങനെ നടക്കണമെന്ന്, സഭയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് എഴുതി വെച്ചേക്കണേ. അതിൽ മലയാളം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേറെ ഡയറക്ഷനിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് മലയാളത്തോടൊപ്പം തന്നെ KJV കൂടി ഒന്ന് വായിക്കാം. So how we have to walk as a church is clearly mentioned there, and let us understand by reading the King James version in English. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ 3:14, 1 തിമോത്തി 3:14 മുതൽ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. It is said there, but if I tarry long, that thou mayest know how men ought to behave themselves in the house of God, which is the church of the living God, the pillar and ground of the truth. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെ നടക്കണമെന്നല്ലേ. 1, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, മീൻസ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു മീൻസ് ദൈവം ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടു. God was manifested through the physical body of Jesus Christ.
ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ ബാത്റൂമിലെ സംഭവത്തിലേക്ക് പോവാ. ആ മനുഷ്യൻ, ഷൂ ഇട്ട മനുഷ്യനില്ലേ, ഏതിലൂടെ വെളിപ്പെട്ടു? ഷൂവിലൂടെ വെളിപ്പെട്ടു. ഷൂ ഇട്ട മനുഷ്യൻ ഷൂവിലൂടെ വെളിപ്പെട്ടു. പാമ്പ് ചത്തു. പിടുത്തം കിട്ടിയ? ദൈവം ജഡമല്ല, ദൈവം ആത്മാവാ. ആത്മാവാകുന്ന ദൈവം വചനം മാംസമായ ദൈവപുത്രൻ മനുഷ്യനായ ആ ജഡത്തിൽ, ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ അങ്ങ് വെളിപ്പെട്ടു. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ലാണ്ട് അത്യുന്നതനായ ദൈവം ജഡമായി വന്നതല്ല. തെറ്റിദ്ധാരണ മാറ്റ്. ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാണ്. പകരം വചനം മാംസമായി. വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പേരാ. വെളിപ്പാട് 19 കാണാം. അവൻ്റെ പേർ ദൈവവചനം. വചനം ദൈവമാണ്. ഏത് ദൈവം? അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതൻ്റെ പുത്രൻ മുഖാന്തരം. God was manifested through Jesus Christ, whose another name is the Word. So it is said that God was manifested through the Word. ഹല്ലേലൂയ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? യേശു ക്രിസ്തുവിൻ്റെ ജഡത്തിൽ വെളിപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? വെളിപ്പെടുക, അദൃശ്യമായ ഒന്നിനെ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യിക്കുന്ന, വെളിപ്പെടുത്തുന്ന പദ്ധതിയാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവപുത്രൻ്റെ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ ഈ ദൈവം എവിടെയുണ്ട്? ദൈവപുത്രൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇതാണ് യോഹന്നാൻ 14:10 കർത്താവ് പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് വെളിപ്പെടൽ. അദൃശ്യനായ പിതാവ് ദൃശ്യനായ യേശുവിലൂടെ പ്രവർത്തിക്കുന്നു. ഇതേ പ്രവർത്തനം മോനെ മോളെ നിന്നിൽ നടന്നാൽ നീ പിശാചിനെ തോൽപ്പിക്കും. God is spirit and he is manifested through the physical body of Jesus Christ. And when this process takes place in us, we also become like Jesus Christ, and through us God will defeat Satan. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു സാധനം പറയാം. പലപ്പോഴും ഇവിടെ ശുശ്രൂഷയിൽ പിശാച് ഇളകും. സ്ത്രീയുടെ ശരീരത്തിലൂടെ ഇളകണേ. പിശാചിനെ കാണാൻ പറ്റുമോ? ഇല്ല. പിശാച് ആ ശരീരത്തിലൂടെ വെളിപ്പെടും. പുരുഷന്മാരുടെ ശരീരത്തിലൂടെ പിശാച് വെളിപ്പെടും. ഇതേപോലെ പിശാചല്ല, അത്യുന്നതനായ ദൈവം ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നു. ഇതേപോലെ ദൈവം നമ്മിലൂടെ വെളിപ്പെടണം. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെ നടക്കണം? ക്രിസ്തു നടന്നതുപോലെ നമ്മളും നടക്കണം. ഇതിൻ്റെ അവസാനം എങ്ങനെയെന്നറിയാമോ? അങ്ങനെ നടന്ന ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു. നീയും അതുപോലെ നടന്നാൽ നീയും തേജസ്സിൽ എടുക്കപ്പെടും. In my ministry, usually the spirit of Satan is revealed to both men and women. As the spirit of Satan is manifested through men and women, the spirit of God has to be manifested through our body, and when it is done so, we become the children of God. ഞാനിത് വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെ നടക്കണം? ഒറ്റ ഉത്തരം, യേശുക്രിസ്തു നടന്നതുപോലെ നടക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. വല്ലതും മനസ്സിലായോ? How we have to walk as Christians, just the way that Jesus Christ walked. It is said there, and without controversy, great is the mystery of godliness. He who has manifested in the flesh, justified in the spirit, seen of angels, preached among the nations, believed on in the world, received up in glory. അതിൻ്റെ KJV വായിക്കുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ശ്രദ്ധിച്ചേ. ആൻഡ് വിത്തൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. 1. God was manifested in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? ക്രിസ്തുവിൻ്റെ ജഡത്തിൽ. ആരാ ജഡമായി മാറിയേ? വചനം ജഡമായി മാറി. ആരുടെ പേരാ വചനം? ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പേരാണ് വചനം. അവൻ്റെ പേർ ദൈവ വചനം. ആ വചനത്തിലൂടെ ദൈവം അദൃശ്യനായ ആത്മാവാകുന്ന ദൈവം വെളിപ്പെട്ടു. ഇതിൻ്റെ സപ്പോർട്ടിംഗ് വേർഡാണ് യോഹന്നാൻ 14:10. യേശു പറയുന്നു, പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ
പ്രവർത്തിക്കുന്നു. അതാണ് ദൈവം വെളിപ്പെട്ടു എന്ന് പറയുന്ന ജഡത്തിലൂടെ വെളിപ്പെട്ടു. Word became flesh, and through the flesh the Spirit of God was manifested. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. ഇത് സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഉടനെ ആളുകൾ ചിന്തിക്കും സ്പിരിറ്റ് സോൾ ബോഡി. അയ്യോ, അതല്ല, ഇത് റിലമാണ്. ഇൻ ദ റിലം ഓഫ് ദ സ്പിരിറ്റ്. ഇത് ആത്മമണ്ഡലത്തിൽ നീതിയായി കണക്കിട്ടു. കാരണം എല്ലാ ആത്മമണ്ഡലത്തിലെ വ്യക്തിത്വങ്ങൾ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതാ നഷ്ടപ്പെട്ട തൻ്റെ മക്കളുടെ അടുക്കിലേക്ക് പോയിരിക്കുക. എങ്ങനെ? ക്രിസ്തുവിലൂടെ പോയിരിക്കുക. എന്തിനാണ്? കാണാതെ പോയ തൻ്റെ മക്കളെ അന്വേഷിച്ച് കടന്നു പോയിരിക്കുക. എന്തിനാണ്? അവരെ രക്ഷിക്കാൻ, അവരെ നേടാൻ. ഹല്ലേലൂയ. ഇത് ആത്മമണ്ഡലത്തിൽ നീതി ആയി കണക്കാക്കപ്പെട്ടു. ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. അല്ലാണ്ട് സ്പിരിറ്റ് സോൾ ബോഡി അല്ല ഇത്. In the spiritual realm, God the Father, He is still seeking His lost children, and that's why it is said it is justified in the Spirit. ഇത് അടുത്തത് നമ്മുടെ മലയാളത്തിൽ ദൂതന്മാർക്ക് പ്രത്യക്ഷനായെന്ന് എഴുതി വെച്ചേക്കണേ. ഇത് അടുത്തത് എഴുതി വെച്ചിരിക്കുക, സീൻ ഓഫ് ഏഞ്ചൽസ്. ഇത് ആത്മരൂപികളായ ദൂതന്മാർ ഈ ഒരു കാഴ്ച കണ്ടു. ഇത് ദൂതന്മാർ കണ്ടു. സീൻ ഓഫ് ഏഞ്ചൽസ്. And this sight was seen by the angels in the spiritual realm. എന്താണ് അവർ കണ്ടത്? ഇമ്മാനുവേൽ, ദൈവം ഇതാ ക്രിസ്തുവിൽ, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജഡത്തിൽ മനുഷ്യരോട് കൂടെ ആയിരിക്കുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ്. അത് ആത്മമണ്ഡലത്തിൽ നീതിയായി കണക്കെടുക്കപ്പെട്ടു. അത് ആത്മമണ്ഡലത്തിലെ ജീവികളായ ദൂതന്മാർ ഇത് കണ്ടു. And what did these angels see? That is, God the Father in His Spirit has come and dwell in the children and in the Son of God. And this was actually seen by angels, and it was justified. ഈ ഒരു സംഭവം preached unto the Gentiles. ഈ ഒരു സംഭവം ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോട് കൂടെ ഇതാ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഈ സംഭവം ഇതാ ജാതികളുടെ എല്ലാം ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. And it was preached among the Gentiles that God the Father is delighted to dwell with the with the sons of men. ഇതാണ് ദൈവരാജ്യ സുവിശേഷം. This is the gospel of the kingdom. Hallelujah. ഇനി പറയുകയാണ്, അങ്ങനെ ദൈവത്തെ തൻ്റെ ജഡത്തിൽ വെളിപ്പെടുത്തി ജീവിച്ച ഇമ്മാനുവൽ ഫംഗ്ഷൻ ഭൂമിയിൽ കൊണ്ടുവന്ന ദൈവപുത്രനായ ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു. എഴുതിയിരിക്കുന്നു, അത് ജാതികളെ പ്രസംഗിക്കപ്പെട്ടു, അത് ഈ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അങ്ങനെ ജീവിച്ച ക്രിസ്തു റിസീവ്ഡ് അപ്പ് ഇൻടു ദ ഗ്ലോറി. അങ്ങനെ ജീവിച്ച ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്താ അതിന്റെ സന്ദേശം? അതുപോലെ നീയും ജീവിച്ചാൽ നീയും തേജസ്സിൽ എടുക്കപ്പെടും. And Jesus Christ, who allowed the Emmanuel system to be worked through him, defeated the Satan. So it is said, it is believed on in the world and received up in heaven, received up in glory. And Jesus was taken up in glory. And if we, just like Jesus did, we live, we can also defeat Satan, and we will also be received up in glory. ഇമ്മാനുവൽ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ ടെക്നോളജിയാണ്. അത് വർക്ക് ചെയ്യുന്നത് ത്രിയേക പ്രവർത്തനത്തിലൂടെയാണ് ഇമ്മാനുവൽ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇത് ക്രിസ്തുവിൽ ദൈവപുത്രന്മാരിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജിയാണ് ത്രിയേക പ്രവർത്തനം, സ്വർഗസ്ഥ പിതാവിലല്ല. The function of Trinity is functioned in the children of God, but this is not functioned in God the Father. ത്രിയേക പ്രവർത്തനത്തിലൂടെയാണ് ഇമ്മാനുവൽ ഫംഗ്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്താണ് ഇമ്മാനുവൽ ഫംഗ്ഷൻ? ദൈവം മനുഷ്യരോട് കൂടെ. What is Emmanuel system? What is the Trinity? That is, God the Father is with men. Through Trinity, this Emmanuel function will establish on earth. And through Trinity, this Emmanuel system is get established on the earth. Hallelujah. ദൈവത്തിന് നമ്മളോട് കൂടി ഇരിക്കണം.
അതിന് ദൈവം വെച്ച ഇമ്മാനുവൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു ദൈവപുത്രനിൽ വർക്ക് ചെയ്യുന്ന ത്രിയേക പ്രവർത്തനമാണ്. ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കും. എങ്ങനെ? തൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിലാക്കി ദൈവം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുകയും ആ ഭൂമിയിലെ ആ വ്യക്തിയിലൂടെ തൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പിതാവ് പുത്രരിൽ തൻ്റെ ആത്മാവിൽ വസിക്കുന്നു, ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും കൂടെ ഒരുമിച്ച് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവപുത്രനായി വെളിപ്പെടും. God the Father dwells in his Son Jesus Christ, and his work is manifested through Jesus Christ. Likewise, God the Father, when dwells in us, he also functions through us, and his spirit will be manifested through the flesh of the sons of God. ഇതുകൊണ്ടാണ് ബൈബിളിൽ അനേക പ്രാവശ്യം പറയുന്നത് പിതാവായ ത്രിയേക ദൈവം നമുക്കുണ്ടെന്നല്ല, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ത്രിയേകതയിലേക്ക് കയറും. This is why the word of God says that we don't have a triune God, but we have a lone God. But when it comes to speak about Jesus Christ is a triune God. ശ്രദ്ധിച്ചാട്ടെ, ട്രാൻസ്ലേഷൻ ഈസ് സംവാട്ട് സംവെയർ എൽസ് ഗോയിങ്. ഓക്കെ, ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് പിതാവ് ബൈബിളിൽ, ഷാജിയല്ല, ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ പറയുന്നു ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങളെന്നു പേരുള്ളവർ അനേകരുണ്ട് എന്ന് പറയുന്നുവെങ്കിലും പിതാവായ ത്രിയേക ദൈവമല്ല, ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം പറയുന്നു, ഇതാ കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മുകളിലുള്ളതും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും ദൈവവും പിതാവുമായവൻ, ത്രിയേകനല്ല, ദൈവവും പിതാവുമായവൻ ഒരുവൻ. യേശു കർത്താവ് നേരിട്ട് പറയുന്നു യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ നിന്നെയും. മനസ്സിലായോ? ഇത് ബൈബിളിലുള്ളത് ആസിറ്റിസ് പഠിക്കുക, അതിലൊന്നും കൂട്ടുകയും ചെയ്യരുത്, ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. നമ്മളെ കള്ളന്മാരായി പിടിക്കാനിടയാകരുത്. മത്തായി 7:21 പറയുന്നത് പോലെ അധർമ്മം ചെയ്യുന്നവരെ വിട്ടുപോ എന്ന് പറയാനിടയാകരുത്. So though there are many gods or Elohims in this world, there is only one God, and that God is our God the Father. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹല്ലേലൂയ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത് അനുസരണമില്ലാത്ത അപ്പസ്തോലന്മാരെ പോലെ നമുക്ക് തോന്നിപ്പോകും. അപ്പസ്തോലന്മാർ എല്ലായിടത്തും ചെന്നിട്ട് സ്നാനപ്പെടുത്തിയ രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞതല്ല, യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഇവർ അനുസരണം കെട്ടവരാണെന്നോ അതോ അനുസരണമുള്ളവരാണെന്നോ? അവർക്ക് മനസ്സിലായത് നമുക്ക് മനസ്സിലായില്ലെന്നോ? The disciples of God gave baptism in the name of Jesus Christ. ഹല്ലേലൂയ. എന്നാൽ അവരോട് ആവശ്യപ്പെട്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ മറ്റുള്ളവരോട് സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ യേശുവിൻ്റെ നാമത്തിൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ ത്രിയേക പ്രവർത്തനം ഒരു ദൈവപുത്രനായ ക്രിസ്തുവിൽ ഉണ്ടായെങ്കിൽ അതേ പ്രവർത്തനം ക്രിസ്താനുരൂപന്മാരായ നമ്മളിലും ഉണ്ടാകണം. ഈ ത്രിയേക പ്രവർത്തനം. Though they were asked to give baptism in the name of the Father, Son and the Holy Spirit, they received it in the name of Jesus Christ. So when they received the name of Jesus Christ, there was the presence of God, the presence of the Son and the presence of the Spirit as well. സ്നാനത്തിൽ നമ്മൾ ചേരുകയാണ്, യേശുവോട് ചേരുകയാണ്, പിതാവിനോട് ചേരുകയാണ്, പുത്രനോട് ചേരുകയാണ്, പരിശുദ്ധാത്മാവിനോട് ചേരുകയാണ്. ഈ 3 പ്രവർത്തനത്തോട് നമ്മൾ ചേരുമ്പോൾ, ഈ 3 പ്രവർത്തനം ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഇമ്മാനുവൽ ഫംഗ്ഷൻ ഭൂമിയിൽ നിറവേറുന്നത്, ദൈവം മനുഷ്യരോടുകൂടെ. In baptism, we get united with Father, the Son and the Holy Spirit, and when this function takes place in us,
we become the Emmanuel system, the spiritual system start working in us. അതുകൊണ്ട് ഇനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ സ്നാനം അതോ യേശുവിന്റെ നാമത്തിലാണോ സ്നാനം എന്ന് തർക്കിച്ച് സമയം കളയണ്ട. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം നമ്മളെ കഴിപ്പിക്കുമ്പോൾ നാം ചേരുന്നത് യേശുവോടാണ്. ആ യേശുവിൽ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും ഉണ്ട്. ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇമ്മാനുവൽ ഫംഗ്ഷൻ ഭൂമിയിൽ സജീവമാകും. ദൈവം മനുഷ്യരോട് കൂടെ. When we receive baptism in the name of Jesus Christ, we get united with Father, Son and the Holy Spirit. ഈ ത്രിയേക പ്രവർത്തനമാണ് കർത്താവ് യോഹന്നാൻ സുവിശേഷം 15 പറഞ്ഞു തന്നത്. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. നിങ്ങളെല്ലാം കൂടെ ഒരുമിക്കുകയാണ്, നമ്മളെല്ലാം കൂടെ ഒരുമിക്കുകയാണ് ആ ഉപമയിൽ. This is why Jesus Christ said, I am the vine and you are the branches and my Father is a vine dresser. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ത്രിയേക പ്രവർത്തനം നിങ്ങൾക്ക് അവിടെ കാണാം. എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകൾ, നമ്മൾ മൂന്നും കൂടെ ഒന്നാകുന്നു. എങ്ങനെ? പിതാവ് ഒഴിച്ചിരുന്ന വെള്ളത്തിലൂടെ, ആ തോട്ടക്കാരൻ ഒഴിച്ചിരുന്ന വെള്ളത്തിലൂടെ നമ്മൾ ഒന്നാകുന്നു. Father is the vine dresser and Son is the vine and we are the branches, and through the water that the God the Father pours in us, we get united with Father, Son and the Holy Spirit. ഹല്ലേലൂയ. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയാൽ മോനെ നീ അജയനാണ്, മരണത്തിന് പോലും നിന്നെ തൊടാൻ കിട്ടത്തില്ല. ആ ഒരു രംഗം ഇതാണ് യേശു പറയുന്നത്, എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ പിതാവുമായി ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞാനുമായി ഒന്നാകുക, നമുക്ക് മൂന്നും കൂടെ ഒന്നാകാം. This is why Jesus Christ said that as I am in one with God, you also be one with myself and God. ഹല്ലേലൂയ. തിരിച്ചറിയണോ, നമ്മളൊരു യുണൈറ്റഡ് ഹോളി നേഷനായി മാറണം. ശ്രദ്ധിച്ച്, ആദ്യം ആ വെള്ളം, പിതാവ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആദ്യം ആരുടെ കയ്യിലായിരുന്നു? പിതാവിൻ്റെ കയ്യിൽ. അത് ഒഴിച്ചു കൊടുത്തപ്പോൾ അതാ യേശു ക്രിസ്തു എന്ന വേരിലൂടെ അതങ്ങ് പ്രവേശിച്ചു. അപ്പോൾ പിതാവും യേശുവുമായി ഒന്നായി. ഇതാ യേശു പറയുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് നിമിത്തം ജീവിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ തിന്നാൽ, അതായത് ഞാനുമായി പറ്റിയിരുന്നാൽ ഞാൻ നിമിത്തം ജീവിക്കും. നമ്മളെല്ലാം കൂടെ ഒറ്റ ആത്മാവിൽ ലിങ്കായി തീരും, ആ വെള്ളത്തിലൂടെ ലിങ്കാകുന്നത് പോലെ. When God the Father pours the water through Jesus Christ, who is the root, Jesus Christ became alive and he was united with God. Likewise, when we receive the water, we also get united with Jesus Christ and God the Father. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ വരും. അത് യുണൈറ്റഡ് ഹോളി നേഷനാണ്. 1 പത്രോസ് 2:9 പറയുന്നത് പോലെ യുണൈറ്റഡ് ഹോളി നേഷനാണ് നമ്മൾ ഭാവിയിൽ ജീവിക്കേണ്ട, ഭരിക്കേണ്ട നേഷൻ. യുണൈറ്റഡ് ഹോളി നേഷൻ. UK, ഇതാ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, 4 രാജ്യങ്ങളും കൂടെ ഒന്നായി ഒരു രാഷ്ട്രമായിരിക്കുന്നത് പോലെ ഇതാ ഇത് 4 രാജ്യമല്ല, സ്വർഗ്ഗസ്ഥ പിതാവും ക്രിസ്തുവും നീയും കൂടെ പരിശുദ്ധാത്മാവിൽ യുണൈറ്റഡ് ഹോളി നേഷൻ. You, when you get united with God the Father, Jesus Christ and the Holy Spirit, you become a united nation, just like the UK is united, like the Wales, Scotland, Ireland and England are united and the UK is formed. Likewise, we also get united with God the Father, Jesus Christ and the Spirit, and we become a united nation. ഹല്ലേലൂയ. നാം കാത്തിരിക്കുന്നത് ഇളകുന്ന ഒരു നഗരത്തിന് വേണ്ടിയല്ല, ഒരു ദിവ്യമായ രാഷ്ട്രം. ഇതാ ആ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു കിങ്ഡം, ഒരു രാഷ്ട്രം സ്ഥാപിക്കും. അത് വേറൊരു ജാതിക്കും കൈമാറുകയില്ല. അതാണ് യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്. God the Father will establish a strong holy nation on this earth, and that is called the United Holy Nation. അവിടെ മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ മുഴുവൻ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കും. എങ്ങനെ? നമ്മളിലൂടെ. Just as the ocean is filled with water in the holy nation, the presence of the God the Father will be filled through us. പക്ഷേ ഇന്നത്തെ ലെവലിലൊന്നും കാര്യം നടക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. വെള്ളം കയറാത്ത മരക്കട്ട പോലെ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളിലൂടെ നിറഞ്ഞ് കവിഞ്ഞ് ദൈവസാന്നിധ്യം പുറത്തേക്ക് ഇറങ്ങണം. ഇനി നമ്മളെ കാണുന്നവൻ നമ്മളെയല്ല, നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണുവാനിടയാകണം, ക്രിസ്തുവെ പോലെ. The presence of God has to easily flow through us,
And when people see us, they should not see us, but they have to see the presence of God and experience the presence of God through us. ഹല്ലേലൂയ. അവസാനം നമ്മൾ സ്വയമേ ഒന്നിച്ച് വളർച്ച കൂടി വന്നാൽ ക്രിസ്തുവെ പോലെയായി തീരുമ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ പറയും, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എൻ്റെ പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതാണ് ഒരു ദൈവത്തിൻ്റെ പുത്രൻ. എന്നാൽ മനുഷ്യൻ്റെ പുത്രൻ അവൻ സ്വയമേ എല്ലാം പ്രവർത്തിക്കുന്നു. എൻ്റെ ചർച്ച്, എൻ്റെ ആട്, എൻ്റെ പണം, എൻ്റെ. എന്നാൽ ക്രിസ്തു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. When we grow like Jesus Christ, we will also say, like Jesus said, that I cannot do anything on my own, but what I do is what I have heard and received from God the Father. ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്ങനെ പിശാചിനെ തോൽപ്പിക്കുന്നത്? സിമ്പിൾ. യേശു നടന്നതുപോലെ നടന്നാൽ മതി. യേശു ആരെ വെളിപ്പെടുത്തി നടന്നു? സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തി നടന്നു. ഇത് ആര് കണ്ടു? സീൻ ഓഫ് ഏഞ്ചൽസ്. ആത്മലോകം മുഴുവനും കാണുവാനായിട്ട് ഇടയായി. ഇത് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മമണ്ഡലത്തിൽ ഇത് നീതിയായി കണക്ക് എടുക്കപ്പെട്ടു. ഇങ്ങനെ നടന്നാൽ നീയും തേജസ്കരിക്കപ്പെടും, എടുക്കപ്പെടും. യേശു തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് പിശാചിനെ തോൽപ്പിച്ചു. നീയും പിശാചിനെ തോൽപ്പിക്കൂ. കാരണം നീയല്ല തോൽപ്പിക്കുന്നേ, നിന്നിൽ വസിക്കുന്ന ദൈവം യേശുവിനോട് കൽപ്പിച്ചതുപോലെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. യേശുവിൻ്റെ കാൽ കീഴിൽ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ സഭയുടെ കാൽ കീഴിലായാൽ മതി. If we walk like Jesus Christ, we can also defeat the Satan as Jesus did, and we will also be lifted up in glory as Jesus was lifted up, and we can also overcome as Jesus Christ overcame. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയുക. യേശു നടന്നതുപോലെ നടക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മുൻ നിയമിച്ചത്. നമ്മളെ ദൈവപുത്രന്മാരായി മുൻ നിയമിച്ചു കഴിഞ്ഞു. അതിലേക്ക് യാത്രയാകുക. അങ്ങനെയുള്ള ടീച്ചിങ് സഭയിലുള്ളത് വളരെ വിരളമാണ്. അത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പിശാച് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്? ഈ സന്ദേശം സഭയിലേക്ക് വന്നാൽ ജനം സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ ആളുകൾ വളരെ ആക്റ്റീവാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. എന്നാൽ നിങ്ങൾ ഈ നാളിൽ ഉറങ്ങുകയല്ല വേണ്ടത്. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൈവിക സന്ദേശം തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവെ പോലെയാകുവാൻ ദൈവം നിയമിച്ചു. പക്ഷേ നമ്മളത് അറിഞ്ഞതുകൊണ്ട് ആകുകയില്ല. അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവെ പോലെ ആകാൻ കഴിയുകയുള്ളൂ. So we have to know that we are predestined to be like Christ. Even though we have heard about this truth, we cannot be so, but we have to act as Jesus did, so that the sons of God will be revealed through us, and we can defeat Satan as Satan was defeated by Jesus Christ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കസേര. ഈ കസേര നേരത്തെ ഗ്രാനുവൽസ് ആയിരുന്നു. പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് പ്ലാസ്റ്റിക് ആയിരുന്നു. ആ സ്ക്രാപ്പ് പ്ലാസ്റ്റിക് ഇതാ ഒരു കസേര ആകണമെന്ന് ആഗ്രഹിക്കാം, പക്ഷെ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അത് നടക്കുകയില്ല. ആഗ്രഹിച്ച കാര്യങ്ങൾ പഠിച്ച് ഒരു പേപ്പറിൽ എഴുതി പാസ്സാകാം. പ്ലാസ്റ്റിക് ബിടെക് പാസ്സാകാം. പക്ഷെ ഒരിക്കലും കസേര ആ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഒരു കസേര ആവുകയില്ല. പഠിച്ച് പാസ്സാകാം, പക്ഷേ ഒരിക്കലും ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു കസേരയാകുകയില്ല. A plastic scrap cannot be a plastic chair. Just like we cannot be what we learn and study. നമുക്ക് ക്രിസ്തുവെ പോലെ ആകാൻ കഴിയത്തില്ല. ക്രിസ്തുവെ പോലെ ആകുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ, ഡിബേറ്റ് വയ്ക്കാം, പല കാര്യങ്ങളും ചെയ്യാം, കമൻ്റ് എഴുതുകയൊക്കെ ചെയ്യാം. പക്ഷെ ക്രിസ്തുവെ പോലെ ആകത്തില്ല. ആകണമെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകൾ ഇതാ എല്ലാം കൂടി ഉരുകി മാറി അതെല്ലാം വെള്ളം പോലെയായി. തുടർന്ന് ഒരു അച്ചിലേക്ക്, ഇതേ രൂപത്തിലൊരു അച്ചിലേക്ക് ഇതിനെ ഒഴിച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ രൂപം മാറിയതുപോലെ ഇതാ മനുഷ്യ മക്കളായ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന നമ്മൾ യേശുവിനെ പോലെയൊന്നും ആകത്തില്ല. യേശുവിനെ പോലെ ആകണമെങ്കിൽ അതിനൊരു പ്രോസസ്സ് വിശുദ്ധ ബൈബിൾ വെച്ചിട്ടുണ്ട്. ആ ബൈബിളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ, ആ പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവെ പോലെ ആകുകയുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ് ഡിബേറ്റ് ചെയ്ത് നടക്കാന്നേ ഉള്ളൂ. ക്രിസ്തുവെ പോലെ ആകൂല. Just as the plastic scrap went through a process before it became a perfect chair, we also have to go through a process to be like Jesus Christ. And we cannot be like Jesus Christ if we preach about Jesus Christ or conduct debate about Jesus Christ. ഹലോ,
എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ക്രിസ്തുവെ പോലെ ആകണം. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ച ആദ്യത്തെ ആൾ നിഷ്കളങ്കനായൊരു ദൂതനായിരുന്നു. ഇന്ന് നമ്മൾ അവനെ പിശാചെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് പോകണ്ട. പകരം ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് പോകാം. We are predestined to be like Jesus Christ. We are not predestined to be like God the Father. And there was only one person who tried, that was Lucifer. And when he tried to become like God the Father, he was defeated by God the Father. അവനെയാണ് നമ്മൾ ഇന്ന് സാത്താൻ എന്ന് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ മാത്രമല്ല, പുള്ളിക്കാരൻ പറ്റിച്ചുകൊണ്ട് ഒരു സ്ത്രീയും ഇതാ ദൈവത്തെ പോലെ ആകാൻ വേണ്ടി പോയി. ആ സ്ത്രീയാണ് ഹവ്വ. അതോടുകൂടെ ഹവ്വ നിമിത്തം ആദ്യ മാനവകുലവും തകർന്നു. തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അത് തിന്നു, ഹസ്ബൻഡിനും കൊടുത്തു. അങ്ങനെ ലൂസിഫർ തകർന്നതുപോലെ ആദ്യ മാനവകുലവും തകർന്നു, മരണത്തിൻ്റെ കീഴിലായി. Not only Lucifer was defeated, but also Eve, when she listened to the word of Lucifer, she was also defeated, and through her all the mankind was defeated. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരും അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാനൊന്നും പോകണ്ട. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ കടന്നു പോകാം. Therefore, we should never try to be like God or Father, but as we are predestined, let us also try to be like Jesus Christ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ, അല്ലാണ്ട് എന്നെ പോലെയല്ല, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ എന്നെ അനുകരിപ്പേൻ. ഹല്ലേലൂയ. That's why word of God said that you as my beloved children imitate. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു ഭാഗത്താണ് ആൻസർ കിട്ടാത്തതുള്ളൂ. സമയത്തിൻ്റെ കുറവ് മൂലം നമ്മളങ്ങോട്ടേക്ക് തിരിയുന്നില്ല. അത് ഇത്ര മാത്രമേ ഉള്ളൂ. തോമാസ് യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമേ എന്ന് വിളിച്ചു എന്ന് പറയുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ മകൻ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാത്ത തോമാസിൻ്റെ വാക്കുകൾ നമ്മൾ എടുക്കണോ, അതോ ബൈബിളിലെ സോളിഡ് യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അവൻ്റെ പേര് വചനമാണ്, വചനം ദൈവമാണ് എന്നുള്ള വാക്കുകൾ നമ്മൾ എടുക്കണോ? നമ്മളിതിനെ തീരുമാനിക്കേ. വിശ്വാസത്തിൽ കഷ്ടി വീണുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്കെടുക്കാതെ നമുക്ക് സോളിഡായിട്ടുള്ള ദൈവവചനം എടുത്ത് അടുത്ത പ്രാവശ്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാകുവാനായിട്ട് ഇടയാകും. I also have to answer you that Saint Thomas, he called Jesus Christ as God and Lord. So in the next session I shall make it clear to you, do we have to take into account what Thomas said, or we have to consider the solid proof as what Jesus Christ spoke? Hallelujah. Glory. സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു അവിശ്വാസിയായ അൺബിലീവറായ സംശയിക്കുന്ന തോമാസിൻ്റെ അതിശയിക്കപ്പെട്ട വേർഡ് എടുക്കണോ, അതോ സോളിഡായിട്ടുള്ള ദൈവവചനം എടുക്കണോ? ഏതിൽ നമ്മുടെ വിശ്വാസം പണിയണമെന്ന് നമ്മൾ തീരുമാനിക്കുക എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. I have only said that do we have to consider the word of Saint Thomas, who was not a believer or who doubted Jesus Christ, or we have to take the word of Jesus Christ as a solid proof? ശ്രദ്ധിച്ചേ, അദ്ദേഹം നോട്ട് എ ബിലീവർ എന്നല്ല, അദ്ദേഹം ഒരു ബിലീവറായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് ചാഞ്ഞു നിൽക്കുന്ന, കണ്ടു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു. ആ വിശ്വാസിയുടെ ഒരു എക്സ്ക്ലമേറ്ററി വേർഡെടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ വിശ്വാസം പണിയാതെ സോളിഡായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സോളിഡായിട്ടുള്ള വീട്ടിൽ വേണം പണിയാൻ. അല്ലാണ്ട് ഒരു അവിശ്വാസിയായി ചാഞ്ചാടി നിൽക്കുന്ന ഒരു മനുഷ്യൻ എക്സ്ക്ലമേറ്ററി ഒരു വാക്ക് പറഞ്ഞു, അതിൻ്റെ മേളിൽ സഭ പണിയുന്ന ബലഹീന വിശ്വാസം വേണോ നമുക്ക്? നമുക്ക് സോളിഡ് വിശ്വാസം. Do we need a weak faith trying to build ourselves based on the word that was spoken by doubting Thomas, or do we have to build our church based on the word that was spoken by Jesus Christ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എങ്ങനെ പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും? സിമ്പിൾ. നമ്മൾ യേശുവെ പോലെ ദൈവപുത്രന്മാരായി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പിശാച് തോൽപ്പിക്കപ്പെടും. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയും?
ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച്, ആരെപ്പോലെ? സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിച്ച്. യോഹന്നാൻ 14:10 പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതേപോലെ ക്രിസ്തുവിലുള്ള നമ്മളിൽ സ്വർഗസ്ഥ പിതാവ് വസിച്ച്. അതിനുവേണ്ടിയാണ് എഫേസ്യർ 2:20, 21, 22 ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ആയിട്ടില്ല, ആകേണ്ടതിന് നമ്മളെ ദൈവാത്മാവാൽ ഒരുമിച്ച് പണിതു വരുന്നു. ഒരു ത്രിയേക പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കണം, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നടന്നതുപോലെ. അങ്ങനെ ഏകനായ പിതാവ് ത്രിയേകമായി ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചതുപോലെ അതേ പ്രവർത്തന ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ നേരത്തെ അത് നിന്റെ ആയിരുന്നു. 110 സങ്കീർത്തനം 1 വാക്യത്തിൽ പിതാവ് പുത്രനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. അത് ഓൾറെഡി കഴിഞ്ഞു. യേശുവിൻ്റെ ടേൻ കാൽവരി ക്രൂശിൽ വെച്ച പിശാചിനെ കാൽ കീഴിലാക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായി കാഴ്ചയാക്കി. ഇനി റോമ 16:20 പറയുന്നു, നിന്റെ എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടേതാക്കി. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. എങ്ങനെ? നീയും യേശുവെ പോലെ ഒരു പിതാവിൻ്റെ ക്യാരിയറായി ക്രിസ്താനുരൂപനായി തീരുമ്പോൾ നിന്നിലൂടെയും ദൈവപുത്രൻ വെളിപ്പെടും, ദൈവം വെളിപ്പെടും. അതിലൂടെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം, പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കും. അതുവഴിയാണ് സാത്താൻ്റെ മേലുള്ള ജഡ്ജ്മെൻറ്റ് സ്വർഗത്തിലെ ദൈവം നടപ്പിലാക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ബലഹീനനായ നീ, അജ്ഞാനിയായ നീ, രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന വെറും മൺതരിയായ കുലംഹീനമായ നീ, എന്നാൽ മറുഭാഗത്ത് ജ്ഞാനിയായ പിശാച് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി വരുന്ന ദൂതനെ 21 ദിവസം ആകാശമണ്ഡലത്തിൽ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള പിശാച്, ബലവാനായ പിശാച്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവപുത്രന്മാർ ആനന്ദിച്ചാർത്തു. ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പേ ഉള്ളവൻ അവനെ എടുത്ത് കളയാൻ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന നിന്നെയും എന്നെയും ദൈവം നിയമിച്ചാക്കി. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ബലമുള്ളവനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയവനെ, കുലംഹീനമായവനെ, രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു പിശാചിന്റെ മേൽ ന്യായം വിധിക്കാൻ. എൻ്റെ മോനെ, എൻ്റെ മോളെ, പഴയ കുടിയാനെ മാറ്റി പുതിയ കുടിയാനെ കൊണ്ടുവരുന്ന ഈ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ, ദൈവരാജ്യ സുവിശേഷം, ഇതൊരു കുടുംബ വിശേഷം മാത്രമല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ഓക്സിജൻ അല്പസമയത്തിനുള്ള തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഭ ഇന്ന് അറിയേണ്ട ഈ കാര്യങ്ങൾ സഭയെ അറിയിക്കാതെ മറച്ചു വയ്ക്കുന്ന കള്ളപ്പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ കാലിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ദൈവപുത്രന്മാരായ നമുക്ക് ക്രിസ്തുവെ പോലെ വെളിപ്പെടാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. സമർപ്പിക്കപ്പെടുന്ന മക്കൾക്കായി സ്തോത്രം. നമുക്ക് സ്വന്തം രാജ്യം വേണ്ട, സ്വന്തം മഹത്വം വേണ്ട. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, കാരണം മഹത്വം അന്വേഷിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ അപ്പൻ. അതുകൊണ്ട് എല്ലാ മഹത്വം അപ്പന് കൊടുക്കാം, എല്ലാ മഹത്വം അപ്പന് കൊടുക്കാം. മനുഷ്യരിൽ നിന്ന് യേശു ബഹുമാനം വാങ്ങുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നമുക്ക് മനുഷ്യനിൽ നിന്ന് ബഹുമാനം അന്വേഷിച്ച് നടക്കണ്ട, ഏക ദൈവത്തിനുള്ള ബഹുമാനത്തിനായി അന്വേഷിക്കാം. യേശുവെ പോലെ സമർപ്പിക്കാം. താങ്ക് യു അപ്പാ, താങ്ക് യു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, താങ്ക് യു ഡാഡി. സഭയെ അങ്ങ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി നന്ദി.
ആടുകളുടെ വേഷം പൂണ്ട് ഞങ്ങളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാൻ അങ്ങ് ഇടതരുന്നതിനായി നന്ദി. ഈ നാളുകളിൽ അങ്ങയുടെ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്നവരെ അങ്ങയുടെ വചനപ്രകാരം ന്യായം വിധിച്ചുകൊണ്ട് അങ്ങയുടെ സത്യം അങ്ങയുടെ ജനമറിഞ്ഞ് അവർ സ്വതന്ത്രരാകുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് ദൈവപുത്രനായ ക്രിസ്തു തോൽപ്പിച്ചതുപോലെ അങ്ങയുടെ സഹായത്താൽ ദൈവകൃപയാൽ പരാജയപ്പെടുത്തണമെന്ന്, ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. ഈ ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായിരിക്കണമേ. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, പ്രിയരെ ശ്രദ്ധിച്ചാട്ടെ. നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഏത് സഭാ ലീഡറോടും പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്, സ്നേഹത്തോടെ. എന്തിനാണെന്നറിയാമോ? സത്യത്തിന് സാക്ഷി നിൽക്കാൻ. നമ്മളാരും നശിച്ചു പോകരുത്, പിശാചിൻ്റെ കണിയിൽ വീണു പോകരുത്. സത്യമേ നിലനിൽക്കൂ. കുറച്ച് നാളത്തേക്ക് തടയാൻ പറ്റുമായിരിക്കാം, പക്ഷെ സത്യത്തെ ഒരിക്കലും നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതിനെ കുഴിച്ചിട്ടാലും സത്യം അവിടുന്ന് എഴുന്നേറ്റിങ്ങ് പോരും. അതാണ് യേശുവിനെ അന്ന് സഭ അംഗീകരിക്കാതെ കള്ളനായ ബറാബാസിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഇടിച്ച് മീശരോമം പിടിച്ച് പറിച്ച് കാൽവറി ക്രൂശിച്ച് കല്ലറയിൽ അടക്കി. പക്ഷേ മരണാവകാശങ്ങൾ സത്യത്തെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമായിരുന്നു. സത്യത്തിൻ്റെ ഉടമയായ ദൈവം യേശുവിനെ മരണാവകാശങ്ങളെ അഴിച്ച് എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് സ്നേഹത്തോടെ അല്പസമയമേ നമുക്ക് ഓക്സിജനുള്ളൂ. അതിനു മുമ്പ് നമുക്ക് സഭ ഒരുമിച്ച് ഐക്യതയോടെ ക്രിസ്തുവിൽ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ മാറലണയാം, ഒരു കുടുംബമായി തീരാം. ക്രിസ്തുവിൻ്റെ അവകാശികളല്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായ ക്രിസ്തു നമ്മളെ ബ്രദേഴ്സെ, സഹോദരങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കുടുംബമായി നമുക്ക് തീരാം. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ സ്ഥാനങ്ങളിൽ നിന്ന്. ഈ സമയത്ത് ഞങ്ങളെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സൂമിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും അവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരാഴ്ച കാലം സ്വർഗത്തിലെ ദൈവം തൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളും വിലയേറിയ മുത്തുകളായിരുന്നു. അത് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു. അതിൻ്റെ അവസാനത്തെ ദിവസമായ ഇന്ന് തൻ്റെ ഈ കുടുംബയോഗത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഉയർന്നു വന്നതായിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി സാത്താനെ എങ്ങനെ നമ്മുടെ കാൽ കീഴാക്കി ചവിട്ടിക്കളയുവാൻ നാം എങ്ങനെ പിശാചിനെ പരാജയപ്പെടുത്തുമെന്നും ദൈവദാസനിലൂടെ നമ്മളെ കേൾപ്പിച്ചു. എല്ലാറ്റിനുമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പാ, ഞങ്ങളെ ഇത്രത്തോളം അങ്ങ് സ്നേഹിച്ച് ക്രിസ്തയേശുവിലൂടെ ഞങ്ങൾ വളർത്തിയെടുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയംഗമായിട്ട് നമ്മുടെ സ്വർഗീയ പിതാവിന് നന്ദി പറയാം. തുടർന്നും നാളെ നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുക്കത്തോടു കൂടി ആയിരിക്കാം. അതും സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നു. അനുവദിക്കുന്ന പക്ഷം അനുഗ്രഹീതമായ ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിന് നമ്മളെ സൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭക്ഷണത്തിനായിട്ട് നമുക്ക് തന്ന ആത്മീയ ഭക്ഷണത്തിന് മാത്രമല്ല, ഭൗതികമായി നമുക്ക് ഒരുക്കപ്പെട്ട ആ ഭക്ഷണത്തിനും സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയാം. ഒടുവിലായിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ നമ്മളോടും അത് കൽപ്പിച്ച് നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിനെന്ന് ആ പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞ് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നോടുകൂടെ ചേർന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം
ഞങ്ങൾക്കിന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ്റെ കണിയിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും അങ്ങേക്ക് തന്നെയുള്ളതാകുന്നുവല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന ക്രിസ്തയേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മൾ സകല സത്യത്തിലും വീഴാതെ വണ്ണം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മെല്ലാവരോടുകൂടെയും ഇന്ന് നമ്മളോടൊപ്പം ട്യൂൺ ചെയ്ത് ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും തുടർന്നുള്ള നാളുകളിൽ ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികളോടുകൂടെയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴാക്കി ചവിട്ടി കളയുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മെല്ലാവരോട് കൂടെയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.